സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് പെരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ അത് അനുവർത്തിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റജബ് മാസം സമാഗതമായപ്പോൾ പറഞ്ഞ ഒരു ദുആ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. ഹദീസ് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ദഈഫാണ്. എന്നാലും ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലഗനാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണം. വിശുദ്ധ റമളാനിന്റെ ഒരു മുന്നോടിയായിട്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയം കൂടി എപ്പോഴും റജബിലൂടെ എത്തിച്ചേരുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പവിത്രമായി കൽപ്പിക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസം കൂടിയാണ് റജബ് മാസം. അങ്ങനെ ഖുർആൻ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ 4 മാസങ്ങൾക്ക് വളരെയേറെ ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. പ്രത്യേകിച്ച് റജബ് റമദാനിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിന്റെ ഒരു സമയം കൂടിയാണ്. മഹാന്മാരായ സഹാബികളെ സംബന്ധിച്ചുള്ള റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിനുള്ള ആ കാര്യങ്ങൾ ഈ മാസങ്ങളിൽ നിർവഹിച്ച അനേകം സംഭവങ്ങൾ കാണാൻ കഴിയും. എന്തായാലും സമ്പൂർണമായി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് റമദാനിനാണെങ്കിലും അതല്ലാത്ത സമയത്തും നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള വഴി. പരിശുദ്ധ ഖുർആനിലെ ഞാനിവിടെ പാരായണം ചെയ്ത ഒരായത്ത്, അത് ഇസ്ലാമിന്റെ എല്ലാ അഹ്കാമുകളെയും പരാമർശിച്ച് കടന്നു പോകുന്ന ആയത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജുമുഅയിലും ജുമുഅയുടെ ഖുതുബയിലും പൊതുവെ നമ്മൾ ആ ആയത്ത് കേൾക്കാറുണ്ട്. അത് ജുമുഅയുടെ ഫർളോ ശർത്തോ ഒന്നും അല്ല ആയത്തോത്, പക്ഷെ അത് പൊതുവെ ഓതപ്പെടാറുണ്ട്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതുമല്ല. 14 നൂറ്റാണ്ടായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഓതുകയും അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉലമാക്കൾ പറയുന്നത് ദീന്റെ എല്ലാ അഹ്കാമുകളെയും ഈ ആയത്ത് ഒരുമിച്ച് കൂട്ടി. ആയത്തിൽ അല്ലാഹു തആല 3 കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്, 3 കാര്യങ്ങൾ നിരോധിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറുൻ. നമുക്ക് എപ്പോഴും കേൾക്കുന്ന ആയത്താണ്. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു 3 കാര്യങ്ങൾ. അല്ലാഹു കൽപ്പിക്കുകയാണ്. ഒന്ന്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി പുലർത്തണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. 2, ഇഹ്സാൻ ചെയ്യണമെന്ന് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും അങ്ങനെയുള്ളവർക്കും നിങ്ങളുടെ ധനത്തിൽ നിന്നും മറ്റും നൽകണമെന്ന് കൽപ്പിക്കുന്നു. മോശത്തരങ്ങൾ, വൃത്തികേടുകൾ നിങ്ങളെ തൊട്ട് നിരോധിക്കുന്നു. വെറുക്കപ്പെട്ട കാര്യങ്ങളും അല്ലാഹു തആല നിരോധിച്ചിരിക്കുന്നു. അക്രമം ചെയ്യുന്നതിനെയും നിരോധിച്ചിരിക്കുന്നു. എണ്ണി പറഞ്ഞാൽ ഇങ്ങനെ 6 കാര്യങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല നിങ്ങളോട് നീതിയോടുകൂടി പെരുമാറാൻ അല്ലെങ്കിൽ നീതി സ്ഥാപിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും മനുഷ്യന്മാരുടെ നമ്മളുടെയൊക്കെ ചിന്തകൾ വേഗം എവിടേക്ക് പോകും? വേഗം അത് ഏതോ ഒരു സംവിധാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഒന്നുകിൽ ഒരു സർക്കാരിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ഭരണാധികാരികളിലേക്ക് പോകും, ഏതെങ്കിലും അധികാരികളിലേക്ക് പോകും. അങ്ങനെ നീതി സ്ഥാപിക്കുക എന്നത് പെട്ടെന്ന് ഏതോ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ പലരുടെയും ചിന്തകളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഖുർആനിൽ കൽപ്പിക്കുന്ന ഈ നീതി ഒന്നാമതായി വ്യക്തിപരമായി നമ്മളോടാണ്, എന്നോട്, നിങ്ങളോട്, ഓരോ വ്യക്തിയോടും. അതെല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല കൽപ്പിക്കുക. അതുകൊണ്ട് ആ ആയത്തിനെ സഹാബികൾ വിശദീകരിച്ചത്.
നീതി പുലർത്തണം എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ നീതി പുലർത്തണം. അള്ളാഹുവിനോട് നീതി പുലർത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക് ചെയ്യരുത്. അത് ഒന്നാമത്തെ നീതിയാണ്. ശിർക്ക് ചെയ്യല് ഏറ്റവും വലിയ ദുൽമാണ്, നീതിക്കെതിരാണ്. ഖുർആൻ അല്ലാഹു തആല കൽപ്പിക്കുന്നതാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു, ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും വലിയ അക്രമം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് തൗബയില്ലാത്തത്, പരലോകത്ത് പാപമോചനമില്ലാത്തത്, പരലോകത്ത് മാപ്പില്ലാത്തത്. തൗബ ചെയ്തൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റും, ഷഹാദത്ത് പറഞ്ഞ് മടങ്ങി വരണം. പരലോകത്ത് പിന്നെ രക്ഷയില്ലാത്തത് ഏറ്റവും വലിയ ദുർമായതുകൊണ്ടാണ്. അല്ലാഹു തആല നീതി ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ വിശ്വാസം, നമ്മളെ സൃഷ്ടിച്ചൊരുക്കിയ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നീതി പുലർത്തണം. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമുക്കൊരു ഘട്ടമുണ്ടായി നമ്മൾ ആരും അല്ലായിരുന്നു. നമ്മുടെ മാതാവിന്റെ ഉദരത്തിലായിരുന്നു, നമ്മളൊന്നും അല്ലായിരുന്നു, നമുക്കൊന്നുമേ അറിയില്ലായിരുന്നു. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നപ്പോഴും നമുക്കൊന്നും സാധിക്കത്തില്ലായിരുന്നു. നമ്മൾ പാളയിൽ കടന്നിരുന്നു, പായിൽ കടന്നിരുന്നു, നമ്മളെ എടുത്തുകൊണ്ട് നടന്നിരുന്നു, നമ്മളന്ന് ആരും അല്ലായിരുന്നു. മലമൂത്ര വിസർജനം ചെയ്യുന്നതും ശുദ്ധിയാക്കുന്നതും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരു കാലഘട്ടം നമ്മുടെ കഴിഞ്ഞു കടന്ന് പോയി. അവിടുന്ന് അതിനു മുമ്പ് മുതൽ അല്ലാഹു തആല നമ്മളെ പരിചരിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കി. മാതാവിന്റെ ഉദരത്തിൽ പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ആ മാതാവിന്റെ ഹൃദയത്തിലുള്ള സ്നേഹം, ചെറുപ്പത്തിൽ നമ്മളെ പരിചരിക്കേണ്ടവർക്ക് ഇട്ടുകൊടുക്കേണ്ട മാനസികമായ ഉല്ലാസം, സ്നേഹം, അങ്ങനെ വളർത്തി വളർത്തി അല്ലാഹു തആല പടിപടിയായി കൊണ്ടുവന്നതാണ് എല്ലാ മനുഷ്യരെയും, എല്ലാ ജീവികളെയും, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരെയും. ആ മനുഷ്യൻ വളർന്നു കഴിയുമ്പോൾ പടച്ചവൻ ആരാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുക, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുക. അത് അസഹ്യമാണ്, അത് ഏറ്റവും വലിയ ദുൽമ. അതുകൊണ്ട് ഉലമാക്കൾ ഈ ഹദീസ്, ഈ ആയത്തിന് സഹാബാക്കൾ വിശദീകരിച്ച ഒന്നാമത്തെ നീതി റബ്ബുൽ ആലമീനോടുള്ള നീതിയാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ഒരിക്കലും ഉണ്ടാകരുത്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ആദമിന്റെ മകൻ എന്നെ ആക്ഷേപിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു, അവൻ എന്റെ മേൽ കള്ളം പറയുന്നു. ഖുദ്സിയായ ഹദീസാണ്. ആദമിന്റെ മകൻ പറയുന്നു, എനിക്ക് സന്താനങ്ങളുണ്ടെന്ന്, അതെന്റെ മേൽ കള്ളം പറയുക, അവനെ പരിഹസിക്കുന്നു. അള്ളാഹുവിലേക്ക് പറയപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് പങ്കാക്കി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യൻ എന്നോട് ദുൽമ ചെയ്യുന്നു, അക്രമം ചെയ്യുന്നു, അനീതി കാണിക്കുന്നു. ശിർക്ക് ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. അതുകൊണ്ട് നീതി സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഗവൺമെന്റ് ഇവിടെ നീതി നടപ്പാക്കാൻ റോഡിൽ ഇറങ്ങി നമ്മൾ നാളെ സിന്ദാബാദ് വിളിക്കണമെന്നല്ല അതിന്റെ ആദ്യത്തെ അർത്ഥം. നമ്മുടെ അഖീദ ശരിയാക്കണമെന്നാണ് ഒന്നാമത്തെ അർത്ഥം. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ റബ്ബുൽ ആലമീന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കുക. അതിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അതിന്റെ മുകൾ മുതൽ താഴെ വരെ. അത് വലിയ ശിർക്കാണെങ്കിലും ചെറിയ ശിർക്കാണെങ്കിലും അത് എത്രത്തോളം സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന ഹാദ ശിർക അഖ്ഫാ മിൻ ദബീബിൻ നമലി. ഈ ചെറിയ ശിർക്ക് എന്ന് പറയുന്ന കാര്യം ഉറുമ്പ് എഴയുന്നതിനേക്കാൾ ഗോപ്യമായി, രഹസ്യമായി, ലാഘവത്തോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴഞ്ഞു കയറുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല, അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ പോലും ശിർക്കിന്റെ പട്ടികയിലാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക വമൻ സാമ യുറാഇ ഫഖദ് അശ്റക വമൻ സല്ല യുറാഇ ഫഖദ് അശ്റക. എന്താ പറഞ്ഞത്? ഹദീസ് നമുക്കറിയാം. ഒരുത്തൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തവനായി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ ശിർക്ക് വെച്ചവനായി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സദഖ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തവനായി. ഒരാൾ നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സദഖ ചെയ്യുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളാണ് ആ മനുഷ്യൻ ചെയ്തത്. പക്ഷെ അതിനെക്കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്താൽ എന്താ കിട്ടുന്നത്? അത് ശിക്ഷയാണ്. എന്താ കാരണം? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തു. ഈ അമല് അള്ളാഹുവിന് വേണ്ടി മാത്രമേ പാടുള്ളൂ,
അത് അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി പോലും താമസിക്കാൻ പാടില്ല. ഇത്ര കലർപ്പില്ലാത്ത വളരെ കൃത്യമായ ഒരു അഖീദയും ഒരു വിശ്വാസവും അള്ളാഹുമായിട്ടുള്ള ബന്ധവുമാണ് അദിലിന്റെ ഒന്നാമത്തെ കാര്യം. അതാണ് എല്ലാ ആഴ്ചയും ജുമായ്ക്ക് നമ്മളോട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത് നമ്മളുടെ ഇബാദത്തുകളെ പുനരാലോചിക്കണം. അതായത് ഇബാദത്തുകളുടെ ഇടയിൽ നമ്മൾ സ്വയം മനസാക്ഷിയോട് ചോദിക്കണം. ഈ ആർക്ക് വേണ്ടി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കണം. നീ ആർക്ക് വേണ്ടിയാണ് ഈ സദഖ ചെയ്യുന്നത്? ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കണം. നീ ആർക്ക് വേണ്ടിയാണ് ഈ പുണ്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാനൊരു വലിയ ആളാണ്, ഞാനൊരു വലിയ സ്റ്റാറാണ്, എനിക്ക് 4 അംഗീകാരം, എനിക്ക് 10 പേരുടെ പ്രോത്സാഹനം, അങ്ങനത്തെ ഒരു ലൈക്ക്, അങ്ങനെയൊക്കെ എനിക്ക് കിട്ടണം. ഇതാണ് ചിന്തയെങ്കിൽ അമലപ്പ് പൊളിഞ്ഞു പോവുക. ഒരു മുസ്ലിം എത്ര പരിശുദ്ധനായിരിക്കണം? ആയത്തതാണ് പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം എത്ര പരിശുദ്ധനായിരിക്കും? അവന്റെ വിശ്വാസത്തിൽ, അവന്റെ മനസാക്ഷിയോട് ഒരിക്കലും ഒരു അനീതി ചെയ്യാത്തവനായിരിക്കണം മുസ്ലിം. അവന്റെ നീയത്ത് പോലും നന്നാകണം. നീയത്ത് എന്ന് പറയാൻ ആർക്കും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു അവന്റെ താല്പര്യം, അവന്റെ ലക്ഷ്യം അതുപോലും പൂർത്തിയാക്കുന്നിടത്താണ് ഇസ്ലാം, മുസ്ലിം ഒരു ഇസ്ലാം പൂർത്തിയാകുന്നത്. ഒന്നാമതായിട്ട് അത് കൽപ്പിക്കാം. അല്ലാഹു നിങ്ങൾ വിശ്വാസത്തിൽ നീതി പുലർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിന്റെ അടിസ്ഥാനം തന്നെ ഈ കാര്യമാണെന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് മതങ്ങളും ഒരുപാട് വ്യവസ്ഥിതികളും ഒരുപാട് സമ്പ്രദായങ്ങളും ഏർപ്പാടുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ സമ്പ്രദായങ്ങളെയും ഏർപ്പാടുകളെയും ഒക്കെ പരിശോധിച്ചാൽ അവരെല്ലാം ഈ ലോകം ഇങ്ങനെ നിലനിന്നു പോകുന്നതിന് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോൾ ലോകത്ത് നിന്ന് കാണുന്ന ഭൗതിക പ്രത്യയശാസ്ത്രങ്ങള് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഈ ലോകത്തിന്റെ ഇങ്ങനത്തെ ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ, ഈ ലോകത്തെ, ഭൂമിയിലെ ധനമാണ്, സമ്പത്താണ്. അതുകൊണ്ട് സാമ്പത്തിക ചൂഷണത്തിനെതിരെ എല്ലാ രംഗത്തോടുന്നൊക്കെ എല്ലാവരും ഭയങ്കര പ്രസംഗം നടത്തും. പക്ഷെ അവര് പറയുന്ന സമ്പത്താണ് അടിസ്ഥാനമെന്ന് പിന്നെ മതങ്ങൾ പറയും, അല്ലെങ്കിൽ മതങ്ങളുടെ അപ്രസിലുള്ളവർ പറയും ഈ ലോകത്ത് ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം അതങ്ങേറ്റത്തെ സ്നേഹമാണ്, കാരുണ്യമാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നീതിയാണെന്ന് ഖുർആനിലുണ്ട്. ഖുർആൻ തന്നെ പറയാണ്, ഞാൻ നബിമാരെ അയച്ചത്, കിതാബുകൾ ഇറക്കിയത് നീതി ഉണ്ടാകാൻ വേണ്ടിയാണ്. സമ്പത്തിൽ നീതി വേണം, സ്നേഹത്തിൽ നീതി വേണം, നന്മയെ സ്നേഹിക്കാൻ കഴിയണം, തിന്മയെ വെറുക്കാൻ കഴിയണം, സാമ്പത്തിക ഇടപാടുകൾ നീതി പുലർത്തണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഈ നീതി ഒരു മനുഷ്യൻ അവന്റെ അഖീദ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കണം. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വിശ്വാസത്തിൽ തുടങ്ങും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും, അത് വ്യക്തിപരമായ ജീവിതത്തിലാണ് അത് അതിന്റെ പ്രഥമ ഘട്ടം. എത്രത്തോളം സഹിയായ ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ അവിടുന്ന് പരിചയപ്പെടുത്തുക, ഇന്ന ഇമ്രാഅത്തൻ, ഒരു സ്ത്രീ, ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിനെ പണ്ട് പ്രാണികളെ തിന്ന് ജീവിക്കാൻ അഴിച്ചുവിട്ടതുമില്ല, അതിന് ഭക്ഷണം കൊടുത്തതുമില്ല, അതിന്റെ പേരിൽ അവൻ നരകവാസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ച അതൊരു ജീവിയാണ്. ഒരു മനുഷ്യന്റെ വില ഒരു പൂച്ചയ്ക്ക് സ്വാഭാവികമായിട്ടുമില്ല. അതിനോട് പോലുമുള്ള ഒരു അനീതി എന്ന് പറയുന്നത് പരലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, ഒരു സ്ത്രീ നരകത്തിൽ പോകാൻ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ എത്രത്തോളം ഒരു മനുഷ്യൻ അവന്റെ വ്യക്തി ജീവിതത്തിൽ നീതിയുള്ളവനാകണം. ആയത്ത് അതാണ് നമ്മളോട് പറയുന്നത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, തസദ്ദഖ അലയ്യ അബി ബിബഅദി മാലി, എന്റെ വാപ്പ അദ്ദേഹത്തിന്റെ ധനത്തിൽ നിന്ന് എനിക്ക് കുറച്ച് സദഖ ചെയ്തു, എനിക്ക് കുറച്ച് ധനം തന്നു, പൈസ തന്നു. ഫഖാലത്തു ഉമ്മി അംറത്തു ബിൻത് റൗഹ, എന്റെ ഉമ്മ അപ്പോൾ പറഞ്ഞു, ലാ അല്ലാഹ ഹത്താ തുശ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ കൊടുത്ത ഇതിൽ ഞാൻ തൃപ്തിപ്പെടുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിൽക്കണം. അതുവരെ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മയാണ്. ഉമ്മയ്ക്ക് മോഹനോട് ദേഷ്യമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല, വേറെ മക്കളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ. സഹാബാക്കളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവസ്ഥ ഏതാണ്? ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയാൽ പിന്നെ അവർക്ക് അതിനകത്ത് അതൃപ്തിയില്ല, അസംതൃപ്തിയില്ല, അവർക്ക് വേറെ അഭിപ്രായമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഇങ്ങനെ ചെയ്തപ്പം അത് നബി തങ്ങളോട് ചോദിക്കാതെ ചെയ്തതുകൊണ്ട് അവർ പറഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സാക്ഷിയാക്കിയില്ല എങ്കിൽ
ഞാനിതിന് തൃപ്തനാവില്ല. ബഷീർ റളിയല്ലാഹു അൻഹു പറയണം, ഫന്തലക ബിഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഷ്ഹദു അലാ സദഖതി. എനിക്ക് ഈ വാപ്പ തന്ന ഈ സദഖയിൽ എന്നെ നബിതങ്ങളെ സാക്ഷിയാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാപ്പ പോയി. എന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പൊ ഫഅൽത ബിദാലിക ബിഔലാദിക കുല്ലിഹി ഫഅൽത ഹാദാ ബിഔലാദിക കുല്ലിഹി, നിന്റെ എല്ലാ മക്കളോടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ് യഅ്ദിലു ഔലാദക്കും, നീ അല്ലാഹുവിനെ സൂക്ഷിക്കും, നിന്റെ മക്കളുടെ നീതി പാലിക്കും. ഹദീസിൽ കാണാൻ കഴിയും, നഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫറജഅബി, എന്റെ വാപ്പ മടങ്ങി വന്നു, എന്റെ കയ്യിൽ നിന്ന് ധനം തിരിച്ചു വാങ്ങിച്ചു. ധനം തിരിച്ചു വാങ്ങിച്ചു. ഒരാള് സ്വന്തം ഉണ്ടാക്കിയ പൈസ ഹദീസിന് വ്യാഖ്യാനങ്ങളുണ്ട്, ഇമാമിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. നല്ലൊരാൾ സ്വന്തം ഉണ്ടാക്കിയ ധനമാണ്, അതൊരു മകന് കൊടുത്തു, മറ്റു മക്കൾക്ക് കൊടുത്തില്ല. അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നീതി പാലിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് ആഖിറത്തിൽ ചോദ്യം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. ചിലപ്പോ അങ്ങനെയൊക്കെയാണ്. ചില ഉമ്മായി ബാബയുടെ കൂടി ഇരുന്നിട്ട് പറയും, അവനിക്ക് കൊടുക്കും, മറ്റോന് അവ കുഴപ്പമില്ല. ചിലപ്പോ ഉമ്മ ആയിരിക്കും പറയും, എനിക്ക് വല്ല അവക്കങ്ങ് കൊടുക്കും, മോക്ക് അവക്കം കൊടുക്കും, അവനങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പാപ്പ അത് കേട്ട് ചിലപ്പോൾ ഒരു മോനിക്ക് കൊടുക്കും, മറ്റേ മോൻ ചിലപ്പോൾ കൊടുക്കില്ലെന്ന്, അല്ലെ മകൾക്ക് കൊടുക്കും, ഈ മകന് കൊടുക്കാതിരിക്കും. ചിലപ്പോ തിരിച്ചു പറയും, ഈ ഉണ്ടാക്കിയ സമ്പാദ്യം കാരണമായിട്ട് ഈ മനുഷ്യൻ നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതേ പറഞ്ഞ ഈ നീതി സ്ഥാപിക്കാന്ന് പറയുമ്പം അതൊരു വലിയ ഗവൺമെന്റ് ഇവിടെ നീതി നടപ്പാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നീതിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തുമോ? അല്ലാഹു പറഞ്ഞു മക്കളുടെ നീതി പാലിക്കാൻ. ഞാൻ അവന് ഒരു പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനൊക്കെ ഉള്ളതാണ്, ഞാൻ അവനൊന്നും കൊടുക്കത്തില്ലെന്ന്, മൂത്ത മാനെ കുറിച്ച് ഞാൻ അവനൊന്നും കൊടുക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു ഒന്നും കൊടുത്തില്ലേ കവറിൽ കിടന്ന് അടിമേടിച്ചുകൊണ്ട്, ഞാൻ അവനൊന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാൻ നിങ്ങളുടെ മകനല്ലേ, കൊടുത്തേ പറ്റുള്ളൂ. നീതി പുലർത്തണം, ഇസ്ലാമിന്റെ ഒരു കൽപ്പനയാണ്. എന്തുകൊണ്ട് ഇതിന്റെ വേറൊരു ഹദീസിൽ പണ്ഡിതന്മാരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ച് കബറിൽ കിടന്നാൽ ഈ മക്കൾ തമ്മിൽ അടിയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തെത്തുവോ, ഇപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇവരുടെയുള്ള അദാവത്ത് പക അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അവരൊന്നും കൊടുക്കാതെ വിട്ടിട്ട് പോയി അനന്തരാവകാശം. പരിശുദ്ധമായ ഖുർആൻ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് പറയുന്നിടത്തും ഗൗരവമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ വിധിക്കണം, എങ്ങനെ കൊടുക്കണം. അതാണെങ്കിലും ഒരാളുടെ കൈ കിട്ടിയപ്പോൾ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കി ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുത്ത് ഒഴിവാക്കുക. സഹോദരങ്ങളെ, ദുനിയാവിൽ അതൊക്കെ ചിലപ്പോൾ നടക്കും, പക്ഷെ മരണം മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ഇത് ഭയങ്കര പ്രയാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അനർഹമായി മറ്റൊരാളുടെ 1 ഇഞ്ച് ഭൂമി കൈക്കലാക്കിയാൽ ആ ഭൂമിയുടെ മുകൾ മുതൽ 7 ഭൂമി വരെയും നാളെ ഖിയാമത്തിന്റെ ദിവസം അവനവന്റെ കഴുത്തിൽ മാലയായി അണിഞ്ഞുകൊണ്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ കനം മുഴുവനും കയറി നിന്ദ്യനായി മനുഷ്യൻ വരും, നിന്ദ്യനായിട്ട് വരും. മറ്റൊരാളുടെ അപകരിച്ചെടുത്താണ്. അത് സ്വന്തം സഹോദരന്റെ ആണെങ്കിലും കൊള്ളാം, സഹോദരന്റെ ആണെങ്കിലും കൊള്ളാം, ആരുടെ ആണെങ്കിലും കൊള്ളാം, മറ്റൊരാളുടെ അപകരിച്ചെടുത്താണ്. അതും പേറിക്കൊണ്ട് ഈ മനുഷ്യൻ വരേണ്ടി വരും നാളെ ആഖിറത്തിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കുക. അത് റിവായത്തിൽ കാണാൻ കഴിയും, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയുടെ അതിരുകളെ മാറ്റിയിടുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതിരുകളെ മാറ്റിയിട്ടു, എന്തോ കിട്ടി, ഒരു എന്താ ഒരു തൂമ്പാട്, ഒരു കുന്താലിയുടെ ഒരളവ് എന്തോ കിട്ടി, ഒന്നും കിട്ടിയില്ല. ഇതാരും കൊണ്ടുപോകുന്ന സാധനമല്ല, എന്തോ കിട്ടാൻ, ഒന്നും കിട്ടാനില്ല. മനുഷ്യൻ ഇതിനുവേണ്ടി മരിക്കുക. ചിലപ്പോൾ സ്വന്തം സഹോദരങ്ങളായിരിക്കും. സഹോദരങ്ങൾ അവിടൊക്കെ വളരെ കാർക്കശ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ ജീവിതത്തിൽ പുലരണം, നീതി പുലർത്തണം. അനന്തരാവകാശിയുടെ മേൽ വസിയത്തില്ല. അപ്പോൾ ഒരു പിതാവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു മാതാവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു,
അവൻ പറയാണ് എന്റെ രണ്ടാമത്തെ മോൻ ഇത്ര ഞാൻ വസിയത്ത് ചെയ്തു, അതിനൊരു വിലയില്ല, ജീവിത കാലഘട്ടത്തിൽ കൊടുത്തു, അത് വേറെ കാര്യം. പിന്നീടുള്ള ശരീഅത്തിന്റെ നിയമം ഹുക്മ് ഞാൻ പറയുക, ഇന്ന് എല്ലാം മക്കളോട് ഒരുമിച്ച് കൊടുക്കും. വാപ്പായ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, അതുകൊണ്ട് അത് അവൻ എടുത്തോട്ടെ. അത് ഇഹ്സാൻ എന്ന് പറയും. അത് അടുത്ത ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ്. അതൊരു നല്ല ഗുണമാണ്, പ്രതിഫലാർഹമായ ഒരു സ്വഭാവമാണ്. അല്ലെ, ഉമ്മയുടെ ആഗ്രഹമായിരുന്നു അത് അവനിക്ക് കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന്, അത് അവരെടുത്തോട്ടെ, എല്ലാവരും തൃപ്തിപ്പെട്ട് കൊടുത്തു, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണം, ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നും ഇല്ലാതെ അപ്പൊ അങ്ങനെ പണ്ടേ പറഞ്ഞുകൊണ്ട് ഇതെനിക്ക്, അത് നിനക്ക്, അത് ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് സാധുവല്ല, ശരീഅത്തനുസരിച്ച് സാധുവല്ല. ഈ ആയത്തിന്റെ കീഴിൽ ഈ ഇടപാടുകളെല്ലാം ഉലമാക്കൾ പറയുക, അല്ലാഹു തആല നീതി പുലർത്തണം നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നീതി ഉണ്ടാകണമെന്നാണ് കൽപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇടപാടുകൾ, ഭാര്യയോട് നീതി കാണിക്കണം, ഭർത്താവിനോട് നീതി കാണിക്കണം, ഭാര്യമാരോടുള്ള കടപ്പാടുകൾ നീതിയെ കുറിച്ച് വരുന്നുണ്ട്. എന്തെല്ലാം അവർക്ക് ഒരു വർഷം എത്ര വസ്ത്രം എടുത്തു കൊടുക്കണമെന്ന് ഫിഖിന്റെ കിതാബുകളുണ്ട്, എത്ര വസ്ത്രം എടുത്തു കൊടുക്കണം. പിന്നെ അധികമായി ചെയ്യുന്നത് അത് വേറെ പറയുന്നു. അവരുടെ ഭക്ഷണം എന്നുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, അവർക്ക് പാർപ്പിടം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ശരീരത്തിലുള്ളതാണല്ലോ. വിവാഹമോചനം ചെയ്ത സന്ദർഭങ്ങളിൽ പോലും അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നു. അതായത് ഇദ്ദയുടെ ദീക്ഷ കാലഘട്ടത്തിൽ പോലും തിരിച്ചുകൊണ്ട് ഭർത്താവിനോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് നീതി പാലിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഖുർആനിൽ ഇങ്ങനെ നമ്മളോട് അല്ലാഹു തആല ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന ജുമായ്ക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് ഫർളായ ഒരു കൽപ്പനയാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. ഇത് വെറുതെ ഒന്നല്ല ഖുതുബയിൽ, ഇത് ഫർളായ ഒരു കൽപ്പനയാണ്. അപ്പൊ അതിൽ ആ സത്യസന്ധത, നീതി ബോധം നമ്മളിലുണ്ടോ എന്ന് ആലോചിക്കണം. അതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ, ഇടപാടുകളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവങ്ങളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ സാക്ഷിത്വത്തിൽ, നമ്മുടെ കക്ഷി ചേരലുകളിൽ എവിടെങ്കിലും അനീതി ഉണ്ടായാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. വേറെ ആരും ഉണ്ടാവില്ല അനുഭവിക്കാൻ, നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആരുടെയും ഒരു ധനവും അനർഹമായി എന്റെ കയ്യിലേക്ക് വന്നു ചേരരുത്. അത് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അനർഹമായി ഒരു ധനം വന്നു ചേർന്നാൽ അതിന്റെ അപകടത്തെ സംബന്ധിച്ചുള്ള ആ ചിന്ത, പട്ടിണി കടന്ന് മരിക്കേണ്ടി വന്നാലും അനർഹമായ ഒരു മനുഷ്യന്റെ ധനം നമ്മളിലേക്ക് വന്നു ചേരുന്നു. കാരണം അതിന്റെ തിക്തഫലം ഭയങ്കരം. നിങ്ങള് അക്രമം ചെയ്യുന്നതിനെ സൂക്ഷിച്ചു കൊള്ളുക. അക്രമം ഖിയാമത്ത് നാളിൽ അതിഭയങ്കര ഇരുളായിരിക്കും. ഇരുളായിട്ട് നിങ്ങളെ പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യരുത്. എത്രത്തോളം, അതാണ് ഹദീസിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിൽ പോലും നീതി പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാത്ത സ്വന്തം പൈസ, സ്വന്തം തരമാണ്, അതിൽ പോലും ഇത്രയും ഗൗരവമായിട്ട് ഇസ്ലാം നീതിയെ കുറിച്ച് പറയുന്നെങ്കിൽ അനർഹമായ ഒരു ധനം വന്നിച്ചേരുന്ന എത്ര വലിയ അക്രമമായിരിക്കും, എത്ര വലിയ അവസ്ഥയായിരിക്കും. ഇവിടെ ഖുർആൻ ഒന്നാമത് നമ്മളോട് പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കണമെന്ന ഒരു ഫർളായ കൽപ്പന, നിർബന്ധമായ കൽപ്പന. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ മറ്റു ചില കർമ്മങ്ങളിലും എല്ലാ മനുഷ്യരോടും എത്രത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ആവലാതി പറഞ്ഞു. ഇശാ നമസ്കാരം മുആദ് റളിയല്ലാഹു അൻഹു നീട്ടി നിസ്കരിക്കുന്ന സൂറത്തുൽ ബഖറ ഓതിയിട്ടു. നീട്ടി നിസ്കരിക്കുന്നു. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാ, ജോലി ചെയ്ത് വരുന്നവരാ, ഞങ്ങൾക്ക് തൊഴാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, ഫത്താനുൻ അൻത യാ മുആദ്, വലിയ പ്രമുഖനായ സഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു, നീ ഫിത്ന ഉണ്ടാക്കുകയാണോ മുആദേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. നീ കുഴപ്പമുണ്ടാക്കുകയാണോ? നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ വിഭാഗത്തുണ്ടോ? അല്ലാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച് ഒരു ദാസന് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണ് നമസ്കാരം. വ്യക്തിപരമായ ജീവിത നമസ്കാരത്തിൽ ദീർഘമായി നീ ഓടിക്കോ, പക്ഷെ നിന്റെ പുറകിൽ രോഗികൾ ഉണ്ടാകും, ആവശ്യക്കാരുണ്ടാകും, പ്രയാസപ്പെടുന്നവരുണ്ടാകും. നമസ്കാരത്തെ നീ ലഘുവാണ്.
അതുകൊണ്ടാണ് ഫുഖാക്കൾ അളവ് നിശ്ചയിച്ചു. സുന്നത്തായ ഒരു രീതി നിശ്ചയിച്ചു തന്നു. ളുഹറിനും അതുപോലെ തന്നെ ഇശാ നമസ്കാരത്തിനും ളുഹറിന് ഇന്ന സൂറത്തുകൾ, സൂറത്ത് ഹുജറാത്ത് മുതൽ താഴോട്ട് നബഅ അമ്മ വരെയുള്ള സൂറത്തുകൾ ളുഹറിനും സുബഹിക്കും, അസറിനും ഇശായിക്കും അതിന്റെ താഴേക്ക് വദ്ദുഹ വരെയുള്ള സൂറത്തുകൾ, മഗ്രിബിന് വദ്ദുഹ തൊട്ട് താഴോട്ടുള്ള സൂറത്തുകൾ. അപൂർവ ചില സന്ദർഭങ്ങളിൽ അല്ലാതെ ചില സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതിയിട്ടുണ്ട്. അങ്ങനെയുള്ള സൂറത്തുകളും ആയത്തുകളും ഓതാം, അല്ലെങ്കിൽ ഖുർആന്റെ ചെറിയ ഭാഗങ്ങളിൽ നിന്ന് ഓതാം, വിരോധമില്ല. പക്ഷേ മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ദീർഘമായ ഓതലുകൾ. എന്നാൽ ചില സഹാബാക്കൾ സുബൈക്ക് വലിയ സൂറത്തുകൾ ഓതി നിസ്കരിച്ചിട്ടുണ്ട്. അത് ആ വന്നുകൂടിയ ആൾക്കാരെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മുഅ്മിനീങ്ങൾ തൃപ്തരാണ്, അവർ കുഴപ്പമില്ല, അവരത് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നമസ്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും പരിശുദ്ധമായ ഇസ്ലാം ഈ കാര്യം മുറുകെ പിടിക്കുന്നെങ്കിൽ ബാക്കി മറ്റു ചില കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണം. അപ്പൊ അതൊരു ഫർമായ ഒന്നാമത്തെ ഒരു കൽപ്പനയാണ്. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇഹ്സാൻ കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക. ഇഹ്സാൻ ഹദീസ് രണ്ട് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇബാദത്തിലുള്ള ഇഹ്സാനാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഏത് ഇബാദത്തും അല്ലാഹുവിനെ കാണുന്നത് പോലെ ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഇഹ്സാനോടുകൂടിയുള്ള ഒരു മനുഷ്യന്റെ ഇബാദത്തുകളിൽ ഒരിക്കലും ചെറിയ ശിർക്ക് കടന്നു വരില്ല. ഇഹ്സാനോടുകൂടിയുള്ള നമസ്കാരത്തിൽ ശിർക്ക് വരില്ല. ഒരു പക്ഷേ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അങ്ങനത്തെ ചിന്തകൾ വന്നാൽ തന്നെ അവൻ അതിൽ നിന്നും പെട്ടെന്ന് മാറണം. എനിക്കതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് അവൻ മനസ്സിലാക്കണം. മഹ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ നിന്റെ ഈമാനിന്റെ പരിപൂർണത നീ ഇബാദത്തുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരെ ഒട്ടകങ്ങളെ പോലെ കാണുന്ന അവസ്ഥ എത്തുമ്പോഴാണ് നിന്റെ ഇബാദത്തിന്റെ സമ്പൂർണത ഉണ്ടാകുന്നത്. ഈമാൻ മറുകില്ല യകൂനു തകാമുല ഹത്താ യറാ നാസം ബിഇബിലിൻ മുസ്ലിം. എന്താ അതിന്റെ അർത്ഥം? ഈ കാണുന്ന ഒട്ടകങ്ങളും മൃഗങ്ങളും ഒക്കെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയില്ല, നോമ്പ് പിടിക്കുകയില്ല, സക്കാത്ത് കൊടുക്കുകയില്ല, സദഖ ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല. ഒട്ടകം കണ്ടാൽ എന്താ, കണ്ടില്ല. മൃഗം കണ്ടാൽ എന്താ, കണ്ടില്ല. ആ ഒരു മാനസിക സ്ഥിതി അല്ലാഹു കാണണമെന്ന ചിന്ത അവിടെ ഒരു മനുഷ്യനുള്ളൂ. നമ്മുടെ സദഖയും സക്കാത്തും നോമ്പും ഹജ്ജും എല്ലാം ആ അവസ്ഥയിലേക്ക്. അതാണ് ഇഹ്സാനിൽ ഇബാദത്തിലുള്ള ഇഹ്സാൻ. രണ്ടാമത്തത് മനുഷ്യന്റെ ജീവിതത്തിൽ പൊതുവെ പുലർത്തേണ്ട ഇഹ്സാനാണ്, നന്മയാണ്, ഉപകാരമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിന്മയെ ഇഹ്സാൻ കൊണ്ട് പ്രതികരിക്കുക, അഥവാ ഉപകാരം കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ അടുപ്പിക്കുക. നേരത്തെ നമ്മൾ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അനന്തരാവകാശമെല്ലാം വീതിക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം എല്ലാം തുല്യമായി കണക്കാക്കിയപ്പോ ഒരാൾക്ക് ഒരു ഭാഗത്ത് കുറച്ച് ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും നീ അതെടുത്തു, അത് അവർക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. അല്ലെങ്കിൽ എല്ലാവരോടും ചേർന്നിട്ട് പറയാണ്, ഒരാൾ കുറച്ച് പ്രയാസപ്പെടുന്ന ആളാണ്, അപ്പൊ നമ്മുടെ ഓഹരിയും കൂടെ അവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു ഇഹ്സാൻ. അത് സ്വന്തം അവകാശത്തെ പോലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റൊരു മനുഷ്യന് ഗുണം ചെയ്യുക, അതും അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആനിൽ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നിടത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് വിമർശിക്കപ്പെടുന്ന, പൊതുവെ ചർച്ചയാക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ നേരത്തെ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ മറ്റു മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അനന്തരാവകാശം കിട്ടുകയില്ല. എന്നാൽ ഖുർആനിൽ തന്നെ കൽപ്പനയുണ്ട്, അള്ളാഹുവിന്റെ ചില കൽപ്പനകൾ. ഈ അനന്തരാവകാശം വീതിക്കുന്ന സന്ദർഭത്തിൽ
കൃത്യമായി അവകാശങ്ങൾ പറയപ്പെട്ടിട്ടില്ലാത്ത അടുത്ത ബന്ധുക്കൾ വന്നാൽ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന് കൊടുത്തവരെ സന്തോഷിപ്പിക്കുക. ഇനി കൊടുക്കാനില്ല എങ്കിൽ നല്ല വർത്തമാനം, മധുരമായ വർത്തമാനം പറഞ്ഞവരെ ആശ്വസിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇഹ്സാൻ, എല്ലാവരോടും ഉപകാരം ചെയ്യുക, നന്മ ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കുക. ഇതും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നൽകുക. സ്വാഭാവികമായും മനുഷ്യൻ സദഖ ചെയ്യും, ഉപകാരങ്ങൾ ചെയ്യും, സക്കാത്ത് ചെയ്യും. അതിലൊരു മുൻഗണനാ ക്രമം ഖുർആൻ പറയുക. അത് നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അതിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണന കൊടുക്കുക. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെയുണ്ട്, ഒരു മുൻഗണനാ ക്രമമുണ്ട്. സദഖയുടെ വിഷയത്തിൽ, ഉപകാരങ്ങളുടെ വിഷയത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അപ്പോഴും ഒരു മുൻഗണനാ ക്രമം എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ, ചിലപ്പോൾ അത് നമ്മുടെ മനസ്സിൽ തോന്നില്ല, നമ്മളത് അല്ലാത്തവർക്ക് കൊടുക്കും. കാരണം എന്താ, അത് സമൂഹത്തിൽ ചിലപ്പോൾ നമുക്കൊരു പേരുണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പൊ നീ നിന്റെ അടുത്ത ബന്ധുവിന് കൊടുക്കുക, പിന്നെ അടുത്ത അയൽക്കാർക്ക് കൊടുക്കുക, നിന്റെ സൊസൈറ്റിയിലുള്ളവർക്ക് കൊടുക്കുക, നിന്റെ നാട്ടുകാർക്ക് കൊടുക്കുക, അയൽക്കാർക്ക് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരു മുൻഗണനാ ക്രമം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഇതിൽ ഖുർബ, അതുകൊണ്ട് നിങ്ങൾ ഖുർബാത്തുകളെ, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നൽകുക. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു അതിൽ നിരോധിച്ചു. അശ്ലീലങ്ങൾ, മോശത്തരങ്ങൾ, വൃത്തികേടുകൾ അതിനെ അല്ലാഹു നിരോധിച്ചിരിക്കുന്നു. മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, വൻപാപങ്ങൾ, നിങ്ങൾ അതിനെ സൂക്ഷിച്ചു കൊള്ളുക. പിന്നെ പറഞ്ഞു അക്രമം, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ മറുലോകത്ത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതിനെ ഗൗരവമായി അല്ലാഹു നിരോധിക്കുകയും ചെയ്യും. ഈ ഒരു ചെറിയ ആയത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ റബ്ബുൽ ആലമീനുമായിട്ടും അടുക്കേണ്ട എല്ലാ കാര്യങ്ങളെയും അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെല്ലാം ജീവിതത്തിൽ പകർത്തി തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നസീബാക്കുമാറാകട്ടെ.